$ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ദിനം പ്രതി കൂപ്പുകുത്തുകയാണ്. രൂപയുടെ വീഴ്ച വാർത്തകളിൽ നിറയുമ്പോൾ ആശങ്കകൾ പലവിധമാണ്. രൂപയുടെ മൂല്യം ഇടിയുന്നതിന് പിന്നിൽ എന്താണ്? ഇന്ത്യ വീണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണോ? എന്താണ് യാഥാർത്ഥ്യം? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ രൂപ $ഡോളറിനെതിരെ 100 എന്ന നിലവാരത്തിലേക്ക് അടുക്കുകയാണ്. 100 എന്ന പ്രതിരോധം കടന്നാൽ വീഴ്ച ശക്തമായേക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. 2025 മൂല്യത്തകർച്ച തുടർച്ചയായതോടെ കൃത്രിമമായി പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിച്ച നയങ്ങൾ ഇപ്പോൾ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. തിങ്കളാഴ്ച രൂപ ഡോളറിന് 96 എന്ന നിലവാരം മറികടന്ന് വീഴ്ചയിൽ പുതിയ റെക്കോർഡിട്ടു. ഫെബ്രുവരി അവസാനം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 5.2% ഇടിഞ്ഞത്. 2026 തുടക്കത്തിൽ $1 90 രൂപയ്ക്കും അതിനും ഒരു വർഷം മുമ്പ് 85 രൂപയിൽ താഴേക്കും ലഭ്യമായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രൂപയുടെ മൂല്യത്തിൽ കുത്തനെയുള്ള ഇടിവാണ് കാണാനാവുക. കഴിഞ്ഞ ഒരു വർഷം മാത്രം എടുത്താൽ 12% മൂല്യം ഇടിഞ്ഞത്. കുത്തനെയുള്ള ഈ മൂല്യത്തകർച്ച 2013 സെപ്റ്റംബറിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 12% കുറഞ്ഞത്. ആ സമയത്ത് പ്രമുഖ ആഗോള നിക്ഷേപ സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി ഫ്രജൈൽ 5 അഥവാ വളർന്നു വരുന്ന വിപണികളിലെ ദുർബലമായ 5 കറൻസികളിലൊന്നായി ഇന്ത്യൻ രൂപയെ വിശേഷിപ്പിച്ചിരുന്നു. രൂപയ്ക്ക് പുറമെ ഇന്തോനേഷ്യൻ റുപ്പിയ, ബ്രസീലിയൻ റിയൽ, ദക്ഷിണാഫ്രിക്കൻ റാൻഡ്, ടർക്കിഷ് ലിറ എന്നിങ്ങനെ കറൻസികളായിരുന്നു പട്ടികയിലുണ്ടായിരുന്നത്. ഇന്തോനേഷ്യൻ റുപ്പിയ ഒഴികെയുള്ള പട്ടികയിലെ കറൻസികളെല്ലാം മൂല്യത്തകർച്ചയിൽ രൂപയ്ക്ക് പിന്നിലായിരുന്നു. സെൻട്രൽ ബാങ്ക് ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് നയം പിൻവലിച്ചതും ബോണ്ടുകളുടെ പലിശ വർദ്ധിച്ചതുമാണ് അന്ന് ഈ കറൻസികളുടെ മൂല്യമിടിയാൻ കാരണമായതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അതിനുമപ്പുറം മറ്റൊരു വസ്തുതയും ഈ രാജ്യങ്ങളിലെ കറൻസികളുടെ പ്രതിസന്ധിക്ക് പിന്നിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും കറൻറ്റ് അക്കൗണ്ട് കമ്മി അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളായിരുന്നു. അതായത് വിദേശ വ്യാപാരത്തിൽ രാജ്യത്തിൻ്റെ വരുമാനത്തിനപ്പുറം പുറത്തേക്ക് പണം ഒഴുകുന്ന സാഹചര്യം. നേരിട്ടുള്ള വിദേശ നിക്ഷേപവും ഓഹരി വിപണിയിലേതടക്കം വിദേശ നിക്ഷേപങ്ങളുമായി കൂടുതൽ പണം ഒഴുകിയെത്തിരുന്നത് കൊണ്ടാണ് കറൻറ്റ് അക്കൗണ്ട് കമ്മിയിലും ഈ രാജ്യങ്ങൾ പിടിച്ചു നിന്നിരുന്നത്. നിക്ഷേപങ്ങൾ തിരിച്ചു പോയതോടെ കറൻസികൾ മൂക്ക് കുത്തുകയായിരുന്നു. ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടുന്നതും ഇന്ത്യക്ക് ആശങ്കയാണ്. വിദേശ നിക്ഷേപകർ രാജ്യത്തു നിന്ന് പണം പിൻവലിക്കുന്നത് തുടരുകയാണ്. ഫ്രജൈൽ 5 നിന്ന് ഇന്ത്യൻ രൂപയെ ലോകത്തെ ശക്തമായ 5 സമ്പദ് വ്യവസ്ഥകളുടെ പട്ടികയിൽപ്പെടുത്തിയെന്നാണ് BJP സർക്കാരിൻ്റെ പ്രധാന അവകാശവാദങ്ങളിലൊന്ന്. അത് പരിശോധിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ 12 മാസത്തെ രൂപയുടെ മൂല്യമാറ്റം പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ മൂല്യത്തകർച്ച നേരിട്ട രണ്ടാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ. 12.1% രൂപയുടെ മൂല്യമിടിഞ്ഞത്. ബ്രസീലിൻ്റെയും സൗത്ത് ആഫ്രിക്കയുടെയും കറൻസികൾ ഡോളറിനെതിരെ യഥാക്രമം 12%, 10% നില മെച്ചപ്പെടുത്തിയതും ഈ സമയത്താണ്. ഇന്തോനേഷ്യൻ റുപ്പിയയിൽ ആകെ 4% ഈ കാലയളവിൽ മൂല്യമിടിഞ്ഞത്. മോർഗൻ സ്റ്റാൻലി രാജ്യത്തെ ഫ്രജൈൽ 5 പട്ടികയിൽപ്പെടുത്തിയ 2013-14 സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 9.5% ഇടിവാണ് കണ്ടത്. മാർച്ചിൽ അവസാനിച്ച 2025-26 സാമ്പത്തിക വർഷം ഇത് പരിശോധിച്ചാൽ ഇത് 9.6% തുടരുന്നത് കാണാം. ആകെ വിദേശ നിക്ഷേപം നെഗറ്റീവായി. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വിശ്വാസത്തിലെടുക്കാതെ ഇന്ത്യക്കാർ വിദേശത്ത് ഫാക്ടറികൾ നിർമ്മിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കറൻറ്റ് അക്കൗണ്ടും മൂലധന അക്കൗണ്ടും കമ്മിയിലാണ്. ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് പ്രതിശീർഷ വരുമാനം മാസം 20,000 രൂപയാണ്. മിക്ക ഇന്ത്യക്കാർക്കും അതിലും താഴെയാണ് വരുമാനം. 12 വർഷത്തെ മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് ശേഷവും കാര്യമായ മാറ്റമൊന്നുമില്ലാതെ കയറ്റുമതി മേഖല തുടരുകയാണ്. പലയിടത്തും സ്തംഭനാവസ്ഥയുമുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 100 കടന്നാൽ അത് നിക്ഷേപകരുടെ ആശങ്ക കൂട്ടുമെന്നും കൂടുതൽ മൂല്യത്തകർച്ചയിലേക്ക് നയിക്കുമെന്നും ആശങ്കയുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളും അസ്ഥിരതയും കാരണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഡോളറിന് ആവശ്യം വർദ്ധിക്കുകയാണ്. ഇതിനൊപ്പം ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉയർന്ന തോതിൽ നിലനിർത്തുന്നതിനാൽ ആഗോള നിക്ഷേപകർ തങ്ങളുടെ പണം ഡോളറിലേക്ക് മാറ്റുന്നതും രൂപയ്ക്ക് വെല്ലുവിളിയാണ്. ഈ സാഹചര്യം പൊടുന്നനെ ഉണ്ടായതല്ല, ദൗർഭാഗ്യവുമല്ല, ഇറാനോ ട്രംപോ മൂലമുണ്ടായതല്ല. കഴിഞ്ഞ 2 വർഷങ്ങളായി രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് നല്ല ധാരണയുണ്ടായിരുന്നുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഉദിത് മിശ്ര അടക്കമുള്ളവർ ആരോപിക്കുന്നത്. 2023-24 കാലഘട്ടത്തിൽ
ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 82-നും 83-നും ഇടയിൽ പിടിച്ചു നിർത്താൻ വിദേശ നാണ്യശേഖരം വിപണിയിൽ ഇറക്കിയായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ഇടപെടൽ. രൂപ സ്വാഭാവികമായി മൂല്യം കണ്ടെത്തുന്നതിൽ നിന്ന് ഇത് തടഞ്ഞു. മാത്രമല്ല, ഇത് രൂപയ്ക്ക് കൂടുതൽ സമ്മർദ്ദത്തിനും കാരണമായിട്ടുണ്ട്. നിലവിൽ കുത്തനെ മൂല്യം ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നായി RBIയുടെ ഈ നയം മാറിയതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെച്ചാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞതോടെയാണ് ചിലവ് ചുരുക്കൽ ആഹ്വാനങ്ങൾ വന്നത്, നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും വരുന്നത്. സ്യൂട്ട് ബൂട്ട് സാമ്പത്തിക ശാസ്ത്രവും ക്രോണി മുതലാളിത്തവും GDP പൊങ്ങച്ചങ്ങളും കൊണ്ടുണ്ടായ സാഹചര്യമാണിത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. വിലക്കയറ്റത്തിനൊപ്പം വരുമാനമുയരാത്തവരുടെ, ഇന്നാട്ടിലെ വോട്ടർമാരുടെ ദുരിതം കൂടി സർക്കാർ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത് വേണ്ട സമയത്ത് വേണ്ട പോലെ ഉണ്ടായില്ല എന്നാണ് ആക്ഷേപമുയരുന്നത്. വിദേശ നാണ്യശേഖരം കുറയുന്ന സാഹചര്യത്തിൽ സ്വർണത്തിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമുള്ള ചെലവ് കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിൽ വഞ്ചനയുടെ കയ്പുണ്ടോ എന്ന് ഇന്നാട്ടിലെ സാധാരണക്കാർ സംശയിച്ചു പോകുന്നതും അങ്ങനെയാണ്.